അങ്ങ് തന്നെ. ഏയ്, എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ ഒരുപാട് തവണ ഇവരോട് പറഞ്ഞിട്ടുള്ളതാ. കേട്ട് കേട്ട് ഇവർക്ക് മടുത്തു, പറഞ്ഞു പറഞ്ഞ് എനിക്കും. ഇനി നിങ്ങൾക്ക് കേൾക്കാനുള്ളതൊക്കെ പറയുന്നത് ഗോപാലകൃഷ്ണനായിരിക്കും. ഞാൻ നിങ്ങളെയൊക്കെ വിളിച്ചു വരുത്തിയത്. എക്സ്ക്യൂസ് മീ സർ, വിത്ത് യുവർ പെർമിഷൻ. യെസ്. സാർ ഒരു അല്പം കൂടെ ഉറക്കെ സംസാരിച്ചിരുന്നെങ്കിൽ. ആ, ശബ്ദം എന്റേതുപോലെ അത്ര ഗംഭീരമല്ലെങ്കിലും പറയാനുള്ളത് അല്പം കടുപ്പത്തിലാകുമോ എന്ന് സംശയമുണ്ട്. യു ക്യാരി ഓൺ. കഴിവും ഭരണപാഠവുമുള്ള ഒരുപാട് പേർ എനിക്ക് മുമ്പ് ഈ കസേരയിൽ ഇരുന്നിട്ടുണ്ട്. അവരോടൊപ്പം നിങ്ങളിലേറെ പേരും പ്രവർത്തിച്ചിട്ടുമുണ്ട്. അവർക്കുണ്ടായിരുന്ന മേന്മകളോ തലയെടുപ്പോ ഒന്നും അവകാശപ്പെടാനില്ലാത്ത ഒരാളാണ് ഞാൻ. അവിടെ കേൾക്കാമാവോ? BA-ക്ക് സിലബസിലുണ്ടായിരുന്ന പൊളിറ്റിക്സ് ടെക്സ്റ്റുകളിൽ നിന്ന് പരീക്ഷയ്ക്ക് വേണ്ടി കാണാതെ പഠിച്ച കാലഹരണപ്പെട്ട രാഷ്ട്രീയ തത്വങ്ങൾ കുറച്ച് മനസ്സിലുണ്ട്. പിന്നെ പത്രവിൽപ്പനക്കാരൻ എന്ന നിലയിൽ മതിലിനപ്പുറത്തും ഇപ്പുറത്തും നിന്നുള്ള എളിയ പൊതുജന സമ്പർക്കം, ദരിദ്രമായ ചുറ്റുപാടുകളുള്ള ഒരു ചേരിയിലെ സാധാരണക്കാരുമായി അവരുടെ നിത്യജീവിത പ്രശ്നങ്ങളുമായുള്ള മുഖപരിചയം, ഇത്രയൊക്കെയാണ് എന്റെ പരിമിതമായ ക്രെഡൻഷ്യൽസ്. നിങ്ങൾക്ക് ബോറാവുന്നുണ്ടാവും. എനിക്ക് പറയാനുള്ളത് എന്നെക്കുറിച്ചല്ല, നിങ്ങളെക്കുറിച്ചാണ്. ആരെയും വ്യക്തിപരമായി നോവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പോലീസിനെ കുറിച്ച് കേവലം ഒരു സാധാരണക്കാരന്റെ കാഴ്ചപ്പാട് മാത്രമാണ് ഇപ്പോഴും എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസിലെ ഉന്നതന്മാർക്ക് മുമ്പിൽ തന്റേടമായി മനസ്സ് തുറക്കാൻ അവസരം കിട്ടിയ ഒരു സാധാരണക്കാരനായാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറഞ്ഞ കുട്ടിയെ പോലെ. ഒരു ഭരണകൂടത്തെ അധികാരത്തിലേറ്റാൻ ജനസമൂഹത്തിലെ ഭൂരിപക്ഷത്തിന്റെ പിന്തുണ വേണം. എന്നാൽ ജനങ്ങൾ അധികാരത്തിലേറ്റിയ ഒരു ഭരണകൂടത്തിന്റെ മാനം കെടുത്താൻ, അതിനെ വലിച്ച് താഴെ ഇറക്കാൻ ഒരു പിടി പോലീസുകാരുടെ തോന്നിയാസം മതിയാവും എന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട്. ഞാനത് വിശ്വസിക്കാതിരിക്കാം, പക്ഷെ ജനങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു. ജനങ്ങളെ നിങ്ങൾ ഭയപ്പെടുത്തുന്നു. അറപ്പും ഭീതിയും അവിശ്വാസവും നിറഞ്ഞ കണ്ണുകളിലൂടെ ജനം നിങ്ങളെ നോക്കിക്കാണുന്നു. രാഷ്ട്രീയക്കാർക്ക് അതിൽ പങ്കുണ്ടാവാം, എങ്കിലും ഒരു വലിയ പരിധിവരെ നിങ്ങൾ തന്നെയാണ് അതിന് ഉത്തരവാദികൾ. നിങ്ങൾ ജനങ്ങളെ പീഡിപ്പിക്കുന്നു, അവരുടെ മേൽ കുതിര കയറുന്നു. സൈക്കിളിൽ ഓവർലോഡ് പോകുന്ന സാധാരണക്കാരനെ ട്രാഫിക് നിയമലംഘനത്തിന്റെ പേരിൽ പിടിച്ചിറക്കി നിങ്ങൾ കൂമ്പിനിടിക്കുന്നു, അവന്റെ വാൽ ട്യൂബ് ഊരുന്നു. എനിക്ക് അനുഭവമുണ്ട്. എന്നിട്ട് അതേ നിങ്ങൾ തന്നെ എല്ലാ ട്രാഫിക് നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് നമ്മുടെ റോഡുകളിൽ ഓവർ സ്പീഡിൽ പായുന്ന മന്ത്രി വാഹനങ്ങൾക്ക് പൈലറ്റും എസ്കട്ടും നൽകി നിയമലംഘനത്തിന് കുടപിടിക്കുന്നു. മന്ത്രിയുടെ വണ്ടി മീൻകാരന്റെ സൈക്കിളിൽ മുട്ടിയാൽ മീൻകാരനെയും സൈക്കിളിനെയും പ്രതിയാക്കി നിങ്ങൾ കേസെടുക്കുന്നു. നിയമത്തെ നിങ്ങൾ തലകീഴായി മറിക്കുന്നു. നിയമം ലംഘിക്കുന്ന മന്ത്രിമാരെ നിങ്ങൾ അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല, അതിന് നിങ്ങൾക്ക് അധികാരമില്ലായിരിക്കാം. പക്ഷെ പാവം സൈക്കിളുകാരന്റെ നേർക്കൊന്ന് കണ്ണടച്ചുകൂടെ? ഓട്ടോറിക്ഷക്കാരനെ ഒന്ന് വെറുതെ വിട്ടൂടെ? വിടണം, വിട്ടേ തീരും. മുച്ചീട്ട് കളിക്കാരനെ പിടിച്ച് മുണ്ടുരിഞ്ഞ് ലോക്കപ്പിൽ നിർത്തിക്കോളൂ, എനിക്ക് പരാതിയില്ല. പക്ഷെ നിശാ ക്ലബ്ബുകളിൽ പുലരും വരെ ഇരുന്ന് 10,000-ങ്ങൾക്ക് തായം പറഞ്ഞ് ചീട്ട് കളിക്കുന്ന വമ്പന്മാരായ രാക്കോഴികളെ നിങ്ങൾ കണ്ടില്ലെന്ന് അടിക്കരുത്. അവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ആരും ഉണ്ടാവുകയും വരും. കൈക്കൂലി വാങ്ങിക്കുന്നവർ കൂട്ടത്തിലുണ്ട് എന്ന് എനിക്കറിയാം. ഞാനായിട്ട് അത് അവസാനിപ്പിക്കാമെന്ന മൂഢവിശ്വാസമില്ല. വാങ്ങിച്ചേ തീരൂ എന്നുള്ളവരെ തടയാനും സംവിധാനമില്ല. പക്ഷെ ഒന്നുകിൽ പ്രതിയോട് അല്ലെങ്കിൽ വാദിയോട് ദയവ് ചെയ്ത് രണ്ടു കൂട്ടരോടും കിമ്പളം കൈപ്പറ്റുന്ന രീതി ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. അടിക്കുപ്പായത്തിന്റെ ചരടിൽ പ്രതികളെ കെട്ടിത്തൂക്കി ആറ് നിൽക്കാൻ ഇടം പോരാത്ത ലോക്കപ്പിൽ ക്രൂരമായി വധശിക്ഷ നടപ്പിലാക്കുന്ന ആരാച്ചാർമാരുമുണ്ട് നമുക്കിടയിൽ. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ലോക്കപ്പിൽ വധശിക്ഷ നടപ്പാക്കാനുള്ള അവകാശം പോലീസുകാർക്ക് എഴുതി വച്ചിട്ടില്ല എന്ന് ദയവ് ചെയ്ത് മനസ്സിലാക്കുക. അടച്ചാക്ഷേപിക്കുകയല്ല ഞാൻ. ആർക്കെങ്കിലുമൊക്കെ മുഖം കുനിക്കേണ്ടി വരും. അതറിയാവുന്നതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. വേണ്ട, സഹായത്തിനാണെങ്കിൽ ആരും മുഖ്യമന്ത്രിയെ നോക്കണ്ട. പോലീസുകാരോട് അദ്ദേഹത്തിന് ഒരു പ്രത്യേക സ്നേഹവും വാത്സല്യവും ഉണ്ട്, സമ്മതിച്ചു. നിങ്ങളിൽ ചിലരെങ്കിലും അത് ഒരുപാട് മുതലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇനിയില്ല. നിങ്ങൾ അതിരുവിട്ട് സ്നേഹിക്കുന്ന പതിവ് അദ്ദേഹം മതിയാക്കി. പുറമേക്ക് അദ്ദേഹത്തിന്റെ മുഖത്തൊരു ഇഷ്ടക്കേടുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ തെറ്റി. എനിക്കറിയാം ഉള്ളിന്റെ ഉള്ളിൽ അദ്ദേഹം എന്നോട് യോജിക്കുന്നുവെന്ന്. കാരണം ആത്യന്തികമായി അദ്ദേഹം ജനങ്ങളുടെ കൂടെയാണ്, ജനങ്ങളുടെ മാത്രം നേതാവാണ്. ആരും ഞെട്ടണമെന്നില്ല. നിങ്ങളുടെ മുഖത്ത് നോക്കി ആരും ഈ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഞെട്ടൽ. ഒന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ ഉണ്ണുന്ന ചോറ് സർക്കാരിന്റെ ടാക്സ് വെട്ടിക്കുന്ന കുബേരന്മാരുടേതല്ല, ഉപ്പിനും സേഫ്റ്റി പിന്നിനും വരെ കരം കൊടുക്കുന്ന കുചേലന്മാരുടേതാണ്. സാധാരണക്കാരന്റെ ചോറ്. അവന്റെ അന്നം തിന്നിട്ട് അവനെ കട്ടുമുടിക്കാനും ഇടിച്ച് നട്ടലൊടിക്കാനും ഒരു പോലീസുകാരനും തയ്യാറാകാൻ പാടില്ല. അങ്ങനെ വന്നാൽ പോലീസ് ജനങ്ങളെ തല്ലുന്നതിന് പകരം ജനങ്ങൾ പോലീസിനെ തല്ലുന്ന ഒരു കാലം വരും. അതിനിട വരാതിരിക്കട്ടെ. ജയ് ഹിന്ദ്.
യെസ്, തിരക്കിലാണ്. ബട്ട് യു ക്യാൻ കം. ആ, ഇരിക്കൂ. സർ, ഗുരുതരമായൊരു പ്രോട്ടോകോൾ ലംഘനം നടത്താനാണ് ഞാൻ വന്നത്. എന്തേ? എന്നെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞോ ഐജിമാരാരെങ്കിലും? നോ സർ, ഇഫ് യു പെർമിറ്റ് മീ, എനിക്ക് അങ്ങേ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യണം. യു ഹാവ് റിയൽ ഗട്ട്സ് സർ, റിയൽ ട്രമൻഡസ് ഗട്ട്സ്. ആഭ്യന്തരമന്ത്രിയോട് സേവ പറയാൻ വന്ന ഒരു ഓഫീസറായി കാണില്ലെന്നറിയാം. അതുകൊണ്ടാണ് ഇങ്ങനൊരു സ്വാതന്ത്ര്യം, ഇങ്ങനൊരു ധൈര്യം ഞാൻ കാണിക്കുന്നത്. മുസൂറിയിലെ ട്രെയിനിങ്ങിനിടയിൽ ജീവിതം അറിഞ്ഞ അപൂർവം ഗുരുക്കന്മാരിൽ ഒരാൾ പറഞ്ഞത് ഓർമ്മയുണ്ട്, 1000 സല്യൂട്ടിന് നൽകാൻ കഴിയാത്തതെല്ലാം ഒരു ഹസ്തദാനത്തിലുണ്ടെന്ന്. ഇപ്പോഴെനിക്ക് ബോധ്യമാവുന്നു, ഒരു ഷെയ്ക്ക് ഹാൻഡിലൂടെ പ്രകടിപ്പിക്കാവുന്നതിലും അപ്പുറം ഒരുപാട് അഭിനന്ദനങ്ങൾ മനസ്സിൽ ഇനിയും ബാക്കിയുണ്ടെന്ന്. ചട്ടങ്ങൾ ലംഘിക്കുന്നതിന് മാപ്പ്. യു ആർ സ്പ്ലെൻഡിഡ്. കൺഗ്രാറ്റ്സ്. താങ്ക് യു. റൈറ്റ്. സാർ, അർജന്റ് ആണെന്ന് പറഞ്ഞു. ആര്? ഹോം മിനിസ്റ്റർ. He is an upstart. This is nothing but that all is an aberration. വന്ന് കേറിയില്ല, കസേരയിൽ ഇരുന്നിട്ട് 2 ആഴ്ച തികഞ്ഞില്ല, അതിനു മുമ്പേ തുടങ്ങി ഭരണം. Immature brat. ഇരിക്കൂ. ക്യാബിനറ്റ് ഡിസിഷൻ ഇല്ലാതെ പെട്ടെന്ന് ഇങ്ങനൊരു ഓർഡർ. എന്താണത്? മന്ത്രിമാരുടെ പോലീസ് എസ്കോർട്ട് പിൻവലിക്കാനുള്ള തീരുമാനം ഇതല്പം തിടുക്കത്തിലായി പോയില്ലേ സർ? നോ, ക്യാബിനറ്റിൽ തന്നെ ഞാൻ തീരുമാനം പറഞ്ഞിരുന്നാണല്ലോ. ഇപ്പൊ ഓർഡറായി, അത്രയല്ലേ ഉള്ളൂ. എന്നാലും മിസ്റ്റർ വിജയനുണ്ണി, ഈ സംസ്ഥാനത്ത് 1000 ജനങ്ങളെ സംരക്ഷിക്കാൻ ഒരു പോലീസുകാരൻ പോലും ഇല്ല എന്നാണ് കണക്ക്. അപ്പൊ പിന്നെ ഒരു മന്ത്രി ഓടി നടക്കുന്നിടത്തെല്ലാം 10 പോലീസുകാരും കൂടി ഓടി നടക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് എസ്കോർട്ട് എന്നല്ല, എക്സ്ട്രാ വെഗൻസ, ദുഷ്ചിലവെന്നാണ്. അല്ല, മറ്റു മിനിസ്റ്റേഴ്സിന്റെ റിയാക്ഷൻ എന്താവുമെന്ന എന്റെ പേടി. എന്തിനു പേടിക്കണം? ആഭ്യന്തര വകുപ്പിലെ ചെലവ് ചുരുക്കൽ നടപടികളുടെ ഭാഗമായി ഇങ്ങനെ ചില സ്റ്റെപ്സ് ഉണ്ടാവുമെന്ന് ഞാൻ ക്യാബിനറ്റിൽ തുറന്നു പറഞ്ഞാണല്ലോ. അതൊക്കെ പത്രക്കാരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി പുതിയ മന്ത്രി ഉണ്ടാക്കിയ സെൻസേഷൻ ആണെന്ന എല്ലാവരും ധരിച്ചിരിക്കുന്നത്. ഇതിപ്പോ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുത്താൽ പിന്നെ അത് നടപ്പിലാവണം. എസ്കോർട്ട് ഉപേക്ഷിക്കണമെന്ന് എല്ലാ മന്ത്രിമാരോടും ഞാൻ ഡിഒ ലെറ്ററിലൂടെ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതിതുവരെ ആരും കാര്യമായി എടുത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓർഡർ. ഇപ്പൊ മന്ത്രിമാർക്ക് എസ്കോർട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന പോലീസുകാരെയും വാഹനങ്ങളെയും ഉടൻ പിൻവലിച്ചേക്കൂ. എല്ലാ SP മാർക്കും മെസ്സേജ് എത്തണം. സ്റ്റാർട്ട് എക്സിക്യൂട്ടിംഗ് ദ ഡിസിഷൻസ് റൈറ്റ് അവേ. അല്ല സർ, മന്ത്രിമാരാരെങ്കിലും പറ്റില്ല എന്ന് പറഞ്ഞാൽ SP മാർക്ക് ധിക്കരിക്കാൻ കഴിയില്ല. അതൊക്കെ നമ്മൾ വഴിയെ കാണുന്നു. അങ്ങനെ വരുന്നതൊക്കെ വഴിയിൽ വെച്ച് കാണാമെന്ന്. എന്ത് പറ്റിയടോ? വണ്ടി വഴി കിടന്നു അല്ലേ? ഇതിനാ പറയുന്നത് മന്ത്രിയുടെ വണ്ടിക്ക് അകമ്പടിയും പൈലറ്റും വേണമെന്ന്. അല്ല സർ, ഒരു സെക്കൻഡ് ഒന്ന് ഇറങ്ങിയാൽ ഒരു കാര്യം പറയാനുണ്ട്. അവിടെ വന്നങ്ങ് പറഞ്ഞാ മതി. സർ പ്ലീസ്. എന്താന്ന് വെച്ചാ പറയടോ, എനിക്ക് അങ്ങ് എന്നിട്ട് 3-4 കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാനുള്ള. സർ, മന്ത്രിമാർക്കുള്ള പോലീസ് എസ്കർട്ടും പൈലറ്റും പിൻവലിക്കാൻ നമ്മൾ തീരുമാനിച്ചതാണ്. ഓഹോ, ഇന്നു മുതൽ അത് നടപ്പിലാവുകയുമാണ്. ആര് തീരുമാനിച്ചു നടപ്പിലാക്കാനേ? ആഭ്യന്തരമന്ത്രി. സർ, ഒരു തർക്കത്തിന് ഞാനില്ല. മുഖ്യമന്ത്രി ഇന്ന് പത്രസമ്മേളനം വിളിച്ചുകൂട്ടി പത്രക്കാരെ വിവരം അറിയിച്ചു കഴിഞ്ഞു. ആ നിലയ്ക്ക് എസ്കർട്ടും പൈലറ്റുമായി അങ്ങ് തലസ്ഥാനത്തേക്ക് ചെന്നാൽ പത്രക്കാർക്ക് അതൊരു തമാശയാവും. ഇതൊക്കെ വഴി തടഞ്ഞു നിർത്തി പറഞ്ഞാ മതിയോ? അല്ല സർ, കൺസേൺഡ് SP മാർക്ക് മെസ്സേജ് കൊടുത്തിരുന്നു. പിന്നെ തീരുമാനം അങ്ങേക്ക് അറിയാവുന്നതാണ്. ട്രാഫിക് കൺട്രോൾ വഴി നിങ്ങൾക്ക് മെസ്സേജ് കിട്ടിയതല്ലേ? അതെ സർ. പിന്നെ ഇദ്ദേഹം നിർബന്ധമായിട്ട് പറഞ്ഞപ്പോ, എടോ ഗോപാലകൃഷ്ണ, ഓർഡറിൽ നിന്ന് എന്റെ പേരങ്ങ് ഒഴിവാക്കിയതേ. ആ മന്ത്രി ആയാലും കൂടെ 5-6 പോലീസും പട്ടാളവും ഒക്കെ വേണം. ഇല്ലെങ്കിൽ പിന്നെ മന്ത്രിക്ക് എന്തോടൊരു വില? അത് ശരിയാവില്ല സർ. ഗവൺമെന്റിന്റെ തീരുമാനം ഒരു മന്ത്രി തന്നെ അനുസരിക്കുന്നില്ല എന്ന് വന്നാൽ നാളെ പത്രങ്ങൾക്ക് അതൊരു സദ്യയായി. എന്ത് പറഞ്ഞാലും പത്രക്കാര്. എടോ, ഈ പത്രക്കാർക്ക് ഇതിലും വലിയ സദ്യ കൊടുത്തവനാ ഞാൻ. സർക്കാരിന്റെ ഖജനാവിന്ന് 10-20 ലക്ഷം രൂപ മുടക്കി മോടി പിടിപ്പിച്ച മന്ത്രിമന്ദിരത്തിൽ നിന്ന് പുതിയ മന്ദിരത്തിലേക്ക് ഞാൻ താമസം മാറ്റിയപ്പോഴും എഴുതി ഈ പത്രക്കാര്, ഭക്ഷ്യമന്ത്രി ധൂർത്തടിച്ചു, ഖജനാവും പിടിച്ചു എന്നൊക്കെ. എന്നിട്ട് എനിക്കൊരു ചുക്ക് സംഭവിച്ചില്ല. പിന്നെ ആ എസ്കോർട്ടും പൈലറ്റും ഒക്കെ. സർ, ഞാൻ വളരെ വിനയപൂർവ്വം ഒന്നുകൂടി പറയുകയാണ്, ഇവരെ റിലീവ് ചെയ്യണം. സൗകര്യമില്ല. നിങ്ങൾ ആരെയാണ് സർ പേടിക്കുന്നത്? ജനങ്ങളെയോ? കേരളത്തിലെ ഒരു മന്ത്രിയെയും ഇന്ന് വരെ ജനങ്ങൾ തെരുവിലിട്ട് കൈകാര്യം ചെയ്തിട്ടില്ല. പേപ്പട്ടിയെ പോലെ തല്ലി ചതയ്ക്കപ്പെടാൻ അർഹതയുള്ള മന്ത്രിമാരില്ലാഞ്ഞിട്ടല്ല സർ. പക്ഷെ നമ്മുടെ ജനങ്ങൾക്ക് മന്ത്രിമാരെക്കാൾ അല്പം കൂടി വിവരം ഉണ്ടായിപ്പോയി. അല്ലെങ്കിൽ പ്രതികരിക്കാനുള്ള ശേഷി നഷ്ടമായി. അതവർക്ക് തിരിച്ചു കിട്ടുന്നവരെങ്കിലും അങ്ങേ പോലുള്ളവർക്കും പോലീസിന്റെ അകമ്പടിയില്ലാതെ ഈ നാട്ടിൽ സഞ്ചരിക്കാം, ജീവഭയമില്ലാതെ. ദയവ് ചെയ്തവരോട് തിരിച്ചു പോകാൻ പറയണം സർ. നോ, സാധ്യമല്ല. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. താൻ തന്റെ വകുപ്പ് അങ്ങ് ഭരിച്ചോണ്ടാ മതി. സർ, ഇവരെന്റെ വകുപ്പിൽപ്പെട്ടവരാണ്. അങ്ങേ ഇവിടെ ഉപേക്ഷിച്ചു പോകാൻ ഞാൻ ഉത്തരവിട്ടാൽ ഇവർക്ക് അതനുസരിക്കേണ്ടി വരും.
അങ്ങക്ക് നാണം കെടേണ്ടി വരും. മിച്ചമുള്ള അഭിമാനമെങ്കിലും നഷ്ടപ്പെടുത്താതിരിക്കുന്നതല്ലേ സർ ഭംഗി? കേട്ടില്ലേടോ തന്റെ വകുപ്പ് മന്ത്രിയുടെ ഉത്തരവ്? പിന്നെ എന്തിനാണോ ഞാൻ തൂങ്ങിയിരിക്കുന്നത്? പോയിക്കോടോ. Yes, sir. വണ്ടി വിടറോ. അല്ല, പലഹാരപ്പണി തീർന്നില്ല ഇതുവരെ. മിനിസ്റ്റർക്ക് പോകാൻ തിരക്കുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് എന്താ അടുക്കളയിൽ കാര്യം? പുറത്തേക്ക് ചെല്ലുന്നാരെ ഓടുന്നു. കൊതി ഉണ്ടായിട്ടല്ല തെരേസ പഞ്ചായത്ത്. മിനിസ്റ്റർ തിന്നതിന് മുമ്പ് ഒരാൾ ചെക്ക് ചെയ്യണം. ഇനി ഓക്കെ. അതെ, ഞാനും ഗോപാലകൃഷ്ണൻ ഒരേ കോളേജിൽ ഒന്നിച്ചാ പഠിച്ചിരുന്നത്. ഏത് കോളേജിലാണ് പഠിച്ചിരുന്നത്? ഏത് കോളേജിൽ കോളേജോട്ട് സ്കൂളിന്റെ വരാന്തോലും ആണുങ്ങൾ സംസാരിക്കുന്ന ഇടപെടൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. ഒരുമാതിരി ചേരിക്കാത്ത സ്വഭാവം കാണിക്കാൻ മുണ്ടാത്തിട്ട്. അതെ, ഗോപാലകൃഷ്ണനെ കുറിച്ച് എന്തെങ്കിലും പറയണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. കുഞ്ഞുനാളിലെ ഗോപാലകൃഷ്ണന്റെ ആഗ്രഹമായിരുന്നു പ്രധാനമന്ത്രി ആവാന്നുള്ളത്. ഇതൊരു തുടക്കം മാത്രം. കൊണ്ട് കല്ലുവച്ച കൊണ്ട് ഗോപാലകൃഷ്ണൻ ഒരു കൗൺസിലർ ആണെന്ന് പോലും ആഗ്രഹിച്ചിട്ടേ ഇല്ല. എന്താ ചോദ്യങ്ങൾ നിർത്തിയോ? വേണ്ട, ഞാൻ നേരിട്ട് ചോദിച്ചോളാം. എങ്ങനെ ചോദിക്കും? ഇതല്ലേ മറുപടി. വല്ല ആവശ്യമുണ്ട് ഇവർക്ക് ചോദ്യങ്ങളൊന്നും ചോദിക്കാറുണ്ട്. കപ്പയും മീനുമാണോ മിനിസ്റ്ററുടെ ഇഷ്ടവിഭവങ്ങൾ? അത് കുട്ടിക്കാലം മുതൽക്കേ എന്നും കിട്ടിയിട്ടുള്ളത് ഇതാ. അതുകൊണ്ടായിരിക്കാം ഇതാണ് എന്റെ ഇഷ്ട വിഭവങ്ങൾ. അല്ല ഉമ്മ? അതായാലും നടന്നു തന്നോളൂ. മിനിസ്റ്റർ കപ്പ കഴിക്കുന്ന ഒരു പടം എടുത്തോട്ടെ. അയ്യോ, അത് വേണ്ട. അല്ല സാർ, നാളെ ഫ്രണ്ട് പേജിൽ ഒരു എക്സ്ക്ലൂസീവ് ബോക്സ് ഐറ്റം ആയിട്ട് കൊടുക്കാം. നല്ല വാർത്തയായിരിക്കും. പ്ലീസ്, പാടില്ല. സ്വന്തം അമ്മയും പെങ്ങന്മാരെയും പോലെ തന്നെയാണ് എനിക്ക് ഇവരൊക്കെ. ഈ വീട് സ്വന്തം വീട് പോലെയും. സ്വന്തം വീട്ടിൽ അമ്മയോ പെങ്ങന്മാരോ വിളമ്പിത്തരുന്ന കപ്പയും മീൻകറിയും കഴിക്കുന്നത് പത്രക്കാരെ വിളിച്ചു വരുത്തി വാർത്തയാക്കാമെന്ന് പറഞ്ഞാൽ അതാര് ചെയ്താലും സാമാന്യം പോറാ. ഇത്തരം വില കുറഞ്ഞ പബ്ലിസിറ്റി സ്റ്റണ്ടിലൊന്നും എനിക്ക് താല്പര്യമില്ല. നോ. മുമ്പോട്ട് കയറ്റി നിർത്തണോ? ആഭ്യന്തരമന്ത്രിയുടെ വണ്ടിയുടെ ഒപ്പത്തിൽ കിടക്കണം അവന്റെ അമ്മാവന്റെ വണ്ടി. അതെ, വണ്ടി മാറ്റിയിടണം. ഗോപാലകൃഷ്ണനകത്ത് ഹോം മിനിസ്റ്റർ ഗോപാലകൃഷ്ണൻ. ഓ സാർ, ചെന്നാട്ടെ. എന്റെ പേര് പൂമുഖത്ത് ഉറപ്പ്, ആഭ്യന്തരമന്ത്രിയുടെ അങ്കിളാ. മിനിസ്റ്റർ ഫയൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്കിൾ അങ്കിൾ, ഇത് ആന്റി. അങ്ങോട്ട് മാറടോ. എന്റെ ജോലി പോവോ? ഹലോ, മിനിസ്റ്റർ ബിസിയാണല്ലോ. മോനെ, ഓ എന്റെ ഭഗവാനെ, എന്റെ ജഗദീശ്വര ആയുസ് കൊടുക്കണേ. നീ മന്ത്രിയാകുന്ന മുഹൂർത്തം കണ്ട് കണ്ണ് നിറയാൻ കഴിഞ്ഞില്ല. അങ്ങ് മൈസൂരിലെ കൂപ്പിലായി പോയി ഇവന് ഞാനും. ഓ, എന്നാലെന്താ ഒക്കെ മനക്കണ്ണില് കണ്ടു ഞാൻ. കുഞ്ഞുനാളില് ഇവന്റെ തലക്കുറ എഴുതിയ ജ്യോത്സ്യൻ രാശി വെച്ച് പറഞ്ഞതാ രാജയോഗം കാണുന്നുണ്ടെന്ന്. ഓർമ്മയുണ്ടോ നിനക്ക്? അന്ന് ഞാനത് വിളിച്ചു പറഞ്ഞു നടന്നപ്പോ ആരാത് കാര്യാക്കാൻ. ഓ, അമ്മാവന്റെ ഒരു ആഗ്രഹം അത് ഗുരുവായൂരപ്പൻ സാധിച്ചു തന്നു. അത്ര തന്നെ. നമ്പ്യാരോട് വേണ്ട വിധത്തിൽ പറഞ്ഞിരുന്നു ഞാൻ. MLA ആയ സ്ഥിതിക്ക് ഇനി മന്ത്രി ആക്കിയിട്ടേ പിടി അയക്കാവുന്നു. എന്നാലേ ഇലക്ഷൻ അങ്കടക്കിയത് തിരിച്ചു പിടിക്കാൻ പറ്റൂ. നീ എന്താ മരുമോനെ കണ്ടപ്പോ മതിമറന്ന് നിന്നുപോയോ? എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം, എന്റെ കുഞ്ഞിനെ കാണണം, ഗോപാലകൃഷ്ണനെ കാണണം എന്ന് പറഞ്ഞ് എന്തൊരു ബഹളായിരുന്നു. നീ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ട് ആര് കേൾക്കാൻ? എനിക്ക് എന്റെ കുഞ്ഞിനെ അങ്ങോട്ട് എന്ന് കാണണം എന്ന് പറഞ്ഞു ഒറ്റ കരച്ചിൽ. എന്നിട്ട് ഇപ്പൊ ആളെ കണ്ടപ്പോ വിഴുങ്ങസ പറഞ്ഞ് നിൽക്കുക. ഇതാ നിൽക്കണം നിന്റെ മരുമോൻ. അനുഗ്രഹിക്കുക. ഓടിപ്പാഞ്ഞ് നടന്നെന്റെ മോൻ വല്ലാതെ അങ്ങ് ക്ഷീണിച്ചു പോയി. എന്റെ കുഞ്ഞിനെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കണം. എന്താണോ? കഫം ഓക്കാനേ ഛർദിക്കാൻ അല്ലേ? ആ, ഇനി നിങ്ങൾ എല്ലാവരും ഒന്ന് പുറത്തേക്ക് നിന്നോളൂ. എനിക്ക് ഇവനോട് അല്പം തറവാട്ട് കാര്യങ്ങൾ സംസാരിക്കാണ്ട്. അല്ല, നിങ്ങള് ഓ ആ, ഇനി എന്താ നിനക്കൊന്നും പറയാനില്ലേ മറ്റൊന്നോട്? പറയാനുള്ളതൊക്കെ പണ്ടേ തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലേ പ്രസന്ന? ഞാനതൊക്കെ അന്നത്തെ ഒരു കളയടോ. ഇനിയിപ്പോ നിന്റെയും ഗൗരിയുടെയും കാര്യം ഈ തിരക്കിനിടയിൽ വൈകിക്കാതെ തീരുമാനിക്കുക, നടത്തുക. അളിയന്റെ കൺവീനിയൻസ് എങ്ങനെയാന്ന് പറഞ്ഞാൽ മതി. അതെ, ഒന്നുകൂടെ മാറൂ, ഒന്നുകൂടെ മാറൂ. ഇരിക്കുക, ഇരിക്കുക. എങ്ങനെയാ വീണു തുടങ്ങിയോ? ഇതായിരുന്നു നിന്റെ അച്ഛൻ ഗോവിന്ദേട്ടന്റെയും കുഴപ്പം. ഈ പണത്തിന്റെ കാര്യത്തിലുള്ള പിടിപ്പുകേട്. സാരല്ലേ, അത് മാറ്റിയെടുക്കാം. നമ്മുടെ പ്രസന്നെ കൂടെ കൂട്ടിക്കോ. ക്യാഷ് ഡീലിങ്സ് ഒക്കെ അവൻ ഇരി ചെവി അറിയാതെ നീറ്റായിട്ട് കൈകാര്യം ചെയ്തോളും. നീ ആ കസേരയിൽ ഇങ്ങനെ വെറുതെ ഇരുന്നു കൊടുത്താൽ മതി. എഴുന്നേക്കണം. അതായത് എഴുന്നേക്കാൻ. എന്റെ അച്ഛന്റെ പേര് മറന്നിട്ടില്ലല്ലേ? ഭാഗ്യം. ഗോവിന്ദൻ നായർക്ക് പിടിപ്പുകേടായിരുന്നു അത്രേ.
ആ മനുഷ്യൻ നിങ്ങൾക്ക് തന്ന സ്നേഹം, വിശ്വാസം, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ പിടിപ്പുകേട്, അതായിരുന്നില്ലേ ജീവിതത്തിൽ നിങ്ങളുടെ പിടിവള്ളി? പങ്ക് കച്ചവടത്തിനും മരക്കച്ചവടത്തിനും ഒക്കെ കൂട്ടിന് പോയി അവസാനം അച്ഛന്റെ കാൽച്ചുവറ്റിലെ മണ്ണ് വരെ മാന്തിയെടുത്ത് സ്വന്തമാക്കി. ഇനി എന്റെ പിടിപ്പുകേടും കൂടെ മാറ്റിയെടുക്കാൻ സഹായിക്കാമല്ലേ? അമ്മാവ, ഏരപ്പാളി എന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി വിളിച്ചിട്ടാ എന്റെ അച്ഛൻ കണ്ണടച്ചത്. ഞാനത് ആവർത്തിച്ചാൽ കുരുത്തക്കേടായി പോകും. വേണ്ട, നിനക്കിട്ടൊന്ന് തരണമെങ്കിൽ എനിക്ക് ഈ ആഭ്യന്തരമന്ത്രിയുടെ പദവിയൊന്നും ആവശ്യമില്ല. പോകാം. പോവാ. നിന്നെ പിന്നെ എന്റെയും ഗൗരിയുടെയും കാര്യം അത് എന്റെ കൺവീനിയൻസ് അനുസരിച്ച് ഞങ്ങൾ തീരുമാനിച്ചോളാം. പോണം. വരുന്നുണ്ട് അമ്മാവൻ വരുന്നുണ്ട്. പിന്നെ ഈ കൂപ്പിന്ന് ഉരുളൻ തടികൾ ലേലത്തിൽ പിടിക്കും പോലെ അനന്തരനെ ചുളുവിൽ ഒതുക്കാന്ന് വിചാരിച്ചല്ലേ? മൂപ്പർക്ക് വിവരമില്ലാത്തോണ്ടല്ലേ? ക്ഷമിച്ചാളാ, മിനിസ്റ്റർ അങ്കിളല്ലേ? അടുത്ത ഇലക്ഷന് ഈ വാശിക്ക് അമ്മാവ അനന്തരവനെതിരെ നിൽക്കണം. കെട്ടിവെച്ച കാശ് പോയി കിട്ടും. അല്ല അങ്കിൾ ഇനി എന്ന് വരും? നിന്റെ ഒക്കെ 16 അടി എന്തെത്തുന്നു. കുടുംബത്തോടെ ചമ്മി പോണത് കണ്ട. കുറിപ്പീടാ, ഇതെന്നാ പോക്ക? മന്ത്രിക്കുഞ്ഞ് എങ്ങനാ? മയത്തിലാണോ? എന്തൊരു സ്നേഹം, വീർപ്പ് മുട്ടിച്ചോളാം. നേരാണോ? അപ്പൊ പഴയതൊക്കെ മറന്നോ? ഒക്കെ മറന്നു. അല്ലെങ്കിൽ ഒന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്ന പ്രകൃതക്കാരനല്ല അവൻ. അല്ലേ ചന്ദ്രമതി? ചേട്ടത്തിന് ഓർത്താ ഭയങ്കര സന്തോഷം. മോനെ പ്രസന്ന, എന്തായാലും പറഞ്ഞു അളിയനോട്. പിന്നെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇദ്ദേഹം അങ്ങോട്ട് ചെന്നേച്ചാ മതി. മതിയല്ലേ? താങ്ക് യു. സദാനന്ദനാണേ, ഒന്ന് കാണണമായിരുന്നു. വരണം. ഇരിക്കൂ. വേണ്ട, നിന്നോളാ. പറയൂ. എന്താ ഇത്, കൈക്കൂലിയോ? അല്ല, അപേക്ഷയാ. സസ്പെൻഷനിലാണ്. എന്താ കേസ്? ഐ ജി നേരിട്ട് പിടിച്ച കേസാ, കറപ്ഷൻ. ഇയാളുടെ പേര് വേറെയും ചാർജുകളുണ്ടല്ലോ. അതെ, ഏതോ വേലിത്തർക്കം തീർക്കാമെന്ന ഒരു പെണ്ണിനോട് ഇൻഡീസെന്റ് ആയി പെരുമാറിയെന്ന് വേറൊരു കംപ്ലൈന്റ് ഉണ്ടല്ലോ. ഉവ്വ്, ഒക്കെ വൈരാഗ്യത്തിന്റെ പേരിൽ ഓരോ അമ്മ ഒപ്പിക്കുന്ന എന്റെ പൊന്നുകുമാരൻ സാറേ. ഇത് ഔട്ട് ഓഫ് ദ വേ ആണ്. എൻക്വയറി ഓഫീസർ ആരാണെന്ന് വെച്ചാൽ അവരോട് ബോധിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഐ ജി തീരുമാനമെടുത്ത ഒരു കേസിൽ ഇങ്ങനെ ഒരു അപേക്ഷ ഞാൻ കൈപ്പറ്റുന്നത് ശരിയല്ല. സോറി. ഐ ജിക്ക് എന്നോട് വിരോധമാ സാറേ. ഞാനും അമ്മയുടെ കാലും ഒന്നും ഞാൻ തിരുമാൻ പോത്തില്ല. ഓഹോ, എനിക്ക് രാഷ്ട്രീയക്കാരുമായിട്ടാ സാറേ ബന്ധം. ഇതൊക്കെ മോളിരിക്കുന്ന കഴിവ് ഏമാർക്കൊന്നും പിടിക്കത്തില്ല. കണ്ണുകടിയാ സാറേ. സർവീസിൽ കയറിട്ടത് 12ാമത്തെ സസ്പെൻഷനാ. ഇങ്ങനെ പോയാൽ അവന്മാർ എന്നെ കൊണ്ട് പെൻഷൻ മേടിപ്പിക്കത്തില്ല. എന്റെ ദൈവമേ, ആരാകുന്നോ എന്താവുമെന്ന് അറിയാതെ ഇദ്ദേഹത്തിനോട് ഒരുപാട് പോക്കൃത്തരം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഓർക്കണം. ദേ, സാർ എന്നെ ഒന്ന് സഹായിക്കണം. സഹായിക്കുന്നവർക്ക് വേണ്ടി സദാനന്ദൻ എന്തും ചെയ്യും. ദേ, ഇപ്പൊ തന്നെ ഇദ്ദേഹം എന്നെ വിളിച്ചു, എടാ സദാനന്ദ പോയി കൊന്നേച്ചു വാടാ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും. അതാ സദാനന്ദന്റെ കൂറ്. എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണെന്ന്. തീർച്ചയായും. ഇവിടെ എവിടെയാ നല്ല ഫ്രഷ് ആയിട്ട് മീൻ കിട്ടുക? കായൽ മീനോ കടൽ മീനോ? രണ്ടും. ഞാൻ വാങ്ങിച്ച് വെട്ടിക്കഴുകി നല്ല കുടമ്പുളി ഇട്ട് കറി വെച്ച് വീട്ടിൽ നിന്ന് കൊണ്ടുവരട്ടോ? അതെ, കറി പോട്ടെ, പിന്നെ കുറച്ച് നന്നായിട്ട് തേങ്ങ അടിച്ച് പീല പറ്റിക്കാം അല്ലേ? തങ്കച്ച സാറിനുള്ളത് വറുത്താ മതി. മീന്റെ നടുക ഇങ്ങനെ വരഞ്ഞ് പെപ്പറൊക്കെ ഇങ്ങനെ വെതറി നല്ല കര നിങ്ങളെ സൗകര്യം പോലെ ചെയ്താൽ മതി. ജീപ്പുണ്ട് സാർ, ഇപ്പൊ കൊണ്ടുവരാം. മിസ്റ്റർ സദാനന്ദൻ, എന്താ സാർ? സർക്കാർ ജീപ്പ് ദുരുപയോഗപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. നടന്നു പോയാലും മീൻ കിട്ടും ഇല്ലേ സദാനന്ദ? പിന്നെ കിട്ടും സാർ. എടോ, 12 കൊല്ലം കുഴലിലിട്ടാലും നിവരാത്ത പട്ടിയുടെ വാലില്ലേ, അതുപോലെയാ തന്റെ മനസ്സ്, അതുപോലെയാ തന്റെ നട്ടല്. മീൻ വാങ്ങിക്കൊണ്ടിരാത്തെ. എടോ, സർക്കാരിന് തനിക്ക് ഈ തൊപ്പിയും കുപ്പായും ഒക്കെ തന്നിരിക്കുന്നത് മത്തി വാങ്ങിക്കാനും നേതാക്കന്മാർക്കൊക്കെ മറ്റേ പണി ചെയ്തു കൊടുക്കാനും. ഇറങ്ങി പോണോ?